CPM തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ പിണറായി വിജയനും MV ഗോവിന്ദനുമെതിരെ കടുത്ത വിമർശനം ഉയരുകയാണ്. MV ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറണമെന്ന് ജില്ലാ കമ്മിറ്റിയിൽ ആവശ്യം ഉയർന്നിരിക്കുന്നു. AK സ്റ്റെഫിൻ വിവരങ്ങളുമായി ചേരുകയാണ്. സ്റ്റെഫിൻ, കഴിഞ്ഞ ദിവസം പാർട്ടി സെക്രട്ടറി എന്തുകൊണ്ട് തോറ്റു എന്നുള്ള കാര്യമൊക്കെ അക്കമിട്ട് പറഞ്ഞപ്പോൾ പാർട്ടിക്ക് തെറ്റുപറ്റി, പലയിടത്തും വീഴ്ച പറ്റിയെന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും തനിക്കോ പിണറായി സഖാവിനോ എന്തെങ്കിലും തെറ്റുപറ്റിയെന്നോ അവർക്ക് നേരെ ഉയർന്നു വന്നിട്ടുള്ള വിമർശനങ്ങളെ പറ്റിയോ ഒന്നും തന്നെ പറഞ്ഞിരുന്നില്ല. ഞങ്ങൾക്കല്ല പാർട്ടിക്ക് എന്നുള്ളതായിരുന്നു പറഞ്ഞിരുന്ന കാര്യം. ഇപ്പോൾ വീണ്ടും അടുത്തത് ഒരു ഘട്ടം കഴിഞ്ഞു വിമർശനങ്ങളുടെ എന്ന് വേണം മനസ്സിലാക്കാം. അത്രയും ഉയർന്നു വന്നു. അടുത്ത ഇപ്പോൾ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ ഉയർന്നു വരുന്ന വിമർശനം എന്താണ്? ഈ മാറ്റം, ഇങ്ങനെ നേതൃസ്ഥാനത്ത് മാറ്റമൊന്നും CPM-ൽ പതിവുള്ള ഒരു രീതിയൊന്നുമല്ല, അങ്ങനെയുള്ള ഒരു സംഘടനാ സംവിധാനവും ഇല്ല. അതെന്താണ് ഉന്നയിക്കുന്നത്? അക്ഷയ, അതായത് ഈ തെരഞ്ഞെടുപ്പിന്റെ തോൽവിക്ക് പിന്നാലെ കടുത്ത വിമർശനമാണ് താഴെത്തട്ട് മുതൽ മേൽത്തട്ട് വരെ നേതൃത്വത്തിനെതിരെ ഉയർന്നു വന്നത്. പ്രത്യേകിച്ചും പിണറായി വിജയനെ എതിരെയും അതോടൊപ്പം തന്നെ MV ഗോവിന്ദനെതിരെയും രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ ഓരോ ജില്ലാ കമ്മിറ്റികളിൽ നിന്നും ഉയർന്നു വന്നിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് തിരുത്തൽ പ്രക്രിയ CPM ആരംഭിച്ചത്. ആ തിരുത്തൽ പ്രക്രിയയ്ക്ക് ശേഷം നേതൃത്വം ഒരു റിപ്പോർട്ട് തയ്യാറാക്കി. ആ റിപ്പോർട്ടിന്മേൽ ഉള്ള ചർച്ചകൾ ഓരോ ജില്ലാ കമ്മിറ്റികളിലും നടന്നു വരികയാണ്. ഇന്നലെ അത്തരത്തിലുള്ള ചർച്ച തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിലും നടത്തിയിരുന്നു. ആ ഘട്ടത്തിൽ വലിയ തരത്തിലുള്ള ഒരു വിമർശനം, പ്രത്യേകിച്ചും നേതൃമാറ്റം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു വിമർശനങ്ങൾ CPM-നകത്ത് ഉയർന്നു വന്നത്. പ്രത്യേകിച്ചും നമുക്ക് തിരുവനന്തപുരം ജില്ലയുടെ ഒരു പ്രത്യേക സാഹചര്യം അറിയാം. പല സീറ്റുകളും കൈവിട്ടുപോയ, ഉറച്ച സീറ്റുകൾ കൈവിട്ടുപോയ ഒരു ജില്ല കൂടിയാണ് തിരുവനന്തപുരം. പല അധികാര കേന്ദ്രങ്ങളായി നേതാക്കൾ മാറി നിൽക്കുന്ന ഒരു സ്ഥിതിയുമുണ്ട്. ഇന്നലത്തെ ജില്ലാ കമ്മിറ്റി യോഗത്തിൽ മുൻ മന്ത്രിയായ V ശിവൻകുട്ടി സംസ്ഥാന കമ്മിറ്റി അംഗം കൂടിയാണ്. അദ്ദേഹം പങ്കെടുത്തിരുന്നില്ല. വലിയ എതിർപ്പായിരുന്നു ഉണ്ടായിരുന്നത്. V ജോയിയെ വീണ്ടും സെക്രട്ടറി ആക്കുന്നതിലുള്ള എതിർപ്പായിരുന്നു ഉണ്ടായിരുന്നത്. ആ യോഗത്തിലാണ് കടുത്ത വിമർശനം MV ഗോവിന്ദനെതിരെ ഉയർന്നത്. കാരണം ഈ വീഴ്ചയിൽ പാർട്ടി സെക്രട്ടറിക്ക് വലിയൊരു ഉത്തരവാദിത്തമുണ്ട്, പിണറായി വിജയന് വലിയൊരു ഉത്തരവാദിത്തമുണ്ട്. അങ്ങനെ ഒരു നേതൃമാറ്റം, തലമുറ മാറ്റം വേണമെന്നുള്ള ആവശ്യമാണ് മുന്നോട്ട് വെച്ചത്. അതാണ് പാർട്ടിക്കുള്ളിലെ പൊതുവികാരം. പക്ഷേ ഒരാളുടെയും കുറ്റമല്ല ഈ തോൽവി, അല്ലെങ്കിൽ പാർട്ടി ഇതിനേക്കാളും വലിയ തോൽവികൾ നേരിട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ മറികടക്കാനാണ് MV ഗോവിന്ദനും ശ്രമിച്ചത്, മറ്റ് മുതിർന്ന നേതാക്കളെല്ലാം തന്നെ ശ്രമിച്ചത്. ഏറ്റവും പ്രധാനമായി എടുത്തു കാണേണ്ടത് പാർട്ടി സെക്രട്ടറിയെ തന്നെ വേദിയിൽ ഇരുത്തിക്കൊണ്ടായിരുന്നു ഈ വിമർശനം ഉണ്ടായത് എന്നുള്ളതാണ്. ഇനി ഏതായാലും CPM-നെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിരോധത്തിൽ നിൽക്കുന്ന ഒരു സമയം കൂടിയാണ്. തിരുത്തലിന്റെ ഭാഗമായി പല കാര്യങ്ങൾ, വെള്ളാപ്പള്ളി നടേശനെ തള്ളിയ കാര്യമുണ്ട്, ഒപ്പം സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രശ്നങ്ങൾ, അതിനെല്ലാം പാർട്ടി തള്ളുന്നുണ്ട് എങ്കിൽ പോലും ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടുണ്ട് എന്ന് കൃത്യമായി ഇപ്പോഴും ആ റിപ്പോർട്ടിൽ ഉണ്ടോ എന്ന കാര്യം സംശയമാണ്. ഒപ്പം തന്നെ ഇപ്പോൾ നേതാക്കളുടെ ശൈലി മാറ്റം, പ്രത്യേകിച്ചും ഈ തെരഞ്ഞെടുപ്പിന്റെ സമയത്തൊക്കെ പിണറായി വിജയന്റെ പലതരത്തിലുള്ള വാക്കുകൾ, ശൈലികൾ, അതെല്ലാം തിരിച്ചടിയായിട്ടുണ്ട് എന്ന വിമർശനങ്ങൾ താഴെത്തട്ടിൽ നിന്ന് ഉയരുമ്പോൾ അതിനെക്കുറിച്ച് വിശദമായ ഒരു പരാമർശം ആ റിപ്പോർട്ടിൽ ഇല്ല എന്നുള്ളതും എടുത്തു കാണേണ്ട കാര്യമാണ്. പ്രശ്നം ഉയർന്ന വിമർശനങ്ങളെ തീർത്തും കണ്ടില്ലെന്ന് നടിക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. ഇത് എങ്ങനെയെങ്കിലും അഡ്രസ് ചെയ്യപ്പെടുമോ? ഇതുപോലെയുള്ള ഒരു പൊതുവെ, അതായത് ജനങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് CPM കേൾക്കാൻ തയ്യാറാകുന്നുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള, അതായത് നേരത്തെ ഉള്ള രീതി മാറ്റി കീഴ്ഘടകങ്ങളിൽ നിന്നും ശേഖരിച്ച് മുകൾ ഘടകങ്ങളിലേക്ക് എത്തുന്ന രീതിയിലേക്കുള്ള സംവിധാനങ്ങളൊക്കെ, അങ്ങനെയൊക്കെ മാറ്റങ്ങൾ ഉണ്ടാക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഇതൊന്നും തിരിച്ചറിയുന്നില്ല. അങ്ങനെ എന്തെങ്കിലും ഇത് ഈ വിഷയത്തെ അഡ്രസ് ചെയ്യപ്പെടുമോ? പൂർണ്ണമായും അഡ്രസ്സ് ചെയ്യപ്പെടുമെന്ന് ഇപ്പോഴും പറയാൻ കഴിയില്ല. കാരണം CPM-ന്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് കേരളമൊട്ടാകെയുള്ള, അല്ലെങ്കിൽ മറ്റ് ഓരോ ശക്തി കേന്ദ്രങ്ങളിലുമുള്ള ബ്രാഞ്ചുകളാണ്. ആ ബ്രാഞ്ച് കമ്മിറ്റികളിൽ ഈ വിഷയങ്ങളൊന്നും തന്നെ ചർച്ചയായിട്ടില്ല. ലോക്കൽ കമ്മിറ്റി മുതലാണ് ഏതായാലും ആ ഒരു ചർച്ചകൾ തുടങ്ങിയത്. എന്നിട്ട് പോലും വലിയ തരത്തിലുള്ള ഒരു വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. നേരത്തെ തന്നെ നമുക്കറിയാം, വെള്ളാപ്പള്ളി നടേശന്റെ മുസ്ലിം വിരുദ്ധ പരാമർശവുമായി ബന്ധപ്പെട്ട് CPM അതിനെ തള്ളിപ്പറയുന്നതിന് ഒരു കാരണവശാലും തയ്യാറായിരുന്നില്ല. പിന്നീട് നേതാക്കൾ അതിനെ തിരുത്തിയതിനെ തുടർന്നാണ് ഈ തിരുത്തൽ പ്രക്രിയയുടെ ഭാഗമായി അതുകൂടി ഉൾപ്പെടുത്തിയത്. വെള്ളാപ്പള്ളി നടേശനെ തള്ളിയ ഒരു കാഴ്ച നമ്മൾ കണ്ടു. പക്ഷേ അപ്പോഴും പിണറായി വിജയന്റെയോ അല്ലെങ്കിൽ MV ഗോവിന്ദന്റെയോ ശൈലിമാറ്റത്തെക്കുറിച്ചൊന്നും തന്നെയുള്ള പരാമർശങ്ങളില്ല. അങ്ങനെയുള്ള മാറ്റങ്ങൾ ഇനി എങ്ങനെയാണ് ഉണ്ടാകാൻ പോകുന്നത് എന്നില്ല. ഇനി ഓഗസ്റ്റിൽ വിശാലമായ സംസ്ഥാന കമ്മിറ്റി യോഗം ചേരുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിനുവേണ്ടി കൂടുതൽ ആളുകളെ കേൾക്കുന്നതിന് വേണ്ടി പലതരത്തിൽ സമൂഹമാധ്യമ ഇടപെടലെല്ലാം തന്നെ CPM നടത്തുന്നുണ്ട്. ഒപ്പം എടുത്തു കാണേണ്ടത്, സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന നേതൃത്വത്തിന് വീഴ്ച ഉണ്ടായിട്ടില്ല എന്ന് വരുത്തി തീർക്കാനാണ് ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം തളിപ്പറമ്പിലെയും പയ്യന്നൂരിലെയും സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട് അത് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ വീഴ്ചയാണ് എന്നുള്ളതാണ് റിപ്പോർട്ടിലുള്ളത്. കഴിഞ്ഞ ദിവസം MV ഗോവിന്ദൻ വാർത്താ സമ്മേളനം നടത്തിയപ്പോഴും അതുതന്നെയാണ് പറഞ്ഞത്. ഇനിയും ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ CPM നേതാക്കൾ ഉൾക്കൊള്ളാൻ തയ്യാറായില്ലെങ്കിൽ വലിയ പ്രതിസന്ധികൾ വരും കാലത്തുണ്ടാകും. കാരണം കഴിഞ്ഞ ദിവസം തന്നെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ പല തട്ടിൽ നേതാക്കൾ നിന്ന് പരസ്യമായി അതിനെ ഒരു പാർട്ടിയുടെ തീരുമാനത്തെ
വെല്ലുവിളിക്കുന്ന തരത്തിലേക്ക് മാറി നിൽക്കുന്ന, പ്രത്യേകിച്ചും മുതിർന്ന നേതാവായിട്ടുള്ള ശിവൻകുട്ടി തന്നെ മാറി നിൽക്കുന്ന ഒരു സ്ഥിതി കണ്ടു. ഇനിയും ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ പല ജില്ലാ കമ്മിറ്റികളിലും ഉയർന്നു വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ താഴെത്തട്ട് മുതൽ സംഘടനാപരമായി കൂടുതൽ ശക്തിപ്പെടേണ്ട കാലം CPM-ൽ എത്തിയിരിക്കുന്നു.